ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തൊട്ട് കുഞ്ഞുവിന് വലിയ ഇളക്കം. അവന് വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇതേ വലിയ വായിൽ വിളിക്കുന്നുണ്ടോ. എന്നും അങ്ങനെയാണ്. കുറച്ച് നേരം പോയി വെളിയിൽ ഇരുന്ന് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങണം അവന്, അല്ലെങ്കിൽ അവന് അസ്വസ്ഥതയാണ്. അത് തന്നെ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. അവിടെ ഇരിക്കേ. അടി വാങ്ങല്ലേ കുഞ്ഞടി വാങ്ങല്ലേ. അവിടെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരുന്നോ. കുറച്ച് കഴിയട്ടെ. ഇനി അടുത്ത് നമുക്ക് മറ്റേ ആളുടെ അടുത്ത് പോവാം. അവ എന്ത് ചെയ്യണം നോക്ക്. അടുത്ത ആള് എന്താ നമ്മുടെ ടോക്കിംഗ് കാറ്റ്? പറയൂ. അമ്മ അച്ഛാ, ആടാ പിച്ചക്കാരായിരുന്നു വിളിക്കും പോലെ വിളിക്കണേ. എന്താടാ? എല്ലാവർക്കും രാവിലെ തന്നെ വിളി തന്നെ. നമ്മളെ തല കാർന്ന് തിന്നാൻ വേണ്ടിയിട്ട് രാവിലെ നിന്ന് വിളിക്കണം. ഇപ്പം എൻ്റെ വീടിനകത്തായിരുന്നാ? എന്താടാ? അങ്ങനെ അവിടെ കിടന്നു. എടാ ഇവിടെയെങ്കിലും നിന്നെ നിർത്തണില്ലേടാ. നിനക്ക് സമയം ഭക്ഷണം തരുന്നു. പിന്നെ എന്ത്? വലിയ വായിൽ വെളുപ്പാങ്കാലം എന്ത് ചെയ്തെന്നോ. ഇവൻ വെളുപ്പാങ്കാലം എന്താ ഇവിടെ ഉണ്ട്. ഈ ജനലിൻ്റെ ഈ സ്ഥലമുണ്ട്, അല്ല ഇതുവഴിക്ക് കയറി ഇവിടെ ഇടയ്ക്കൊരു നെറ്റുണ്ട്. അവൻ അതിനകത്ത് ചാടി. ആ നെറ്റിനകത്ത് ചാടി. അതൊരു 3 മണിയായപ്പോൾ നെറ്റിനകത്ത് ചാടി. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, പൂച്ച അതിനകത്ത് ചാടി കിടക്കാമെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി അങ്ങേര് ബാത്റൂമിൽ പോയ നേരത്ത് ഞാൻ അവനെ എടുത്ത് കിച്ചണിലോട്ട് എൻ്റെ പുറകെ വന്നു. പിന്നെ തൈരെല്ലാം ഒഴിച്ച് വെച്ച് കൊടുത്തു. അതെല്ലാം കുടിച്ചും കൊണ്ട് ഞാൻ ഇവനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നാക്കിയപ്പോഴത്തേക്ക് ഇവൻ വീണ്ടും അത് തന്നെ കതകിൽ കിടന്നടിക്കുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെയും അടുക്കളയിൽ പോയിട്ട് കുറേ കൂടെ തൈര് ഒഴിച്ചെടുത്തിട്ട് അപ്പോൾ എൻ്റെ പുറകെ ഓടി ഒന്ന് കാര്യമായിട്ട് കൊടുക്കും കേട്ടോ. 2 പാക്കറ്റ് എത്ര 36 60 70 72 രൂപ. 2 പാക്കറ്റിന് 72 രൂപ. ഇവിടെ അകത്ത് കിട്ടാത്തതുകൊണ്ട് വെളിയിൽ നിന്ന് വാങ്ങിയാണ്. അപ്പോൾ അത് ഇന്ന് രാവിലെ കഴിച്ച്. മിനിഞ്ഞാന്ന് വൈകുന്നേരം ഇല്ലായിരുന്നു, അത് കഴിച്ചു. ഇന്നലെ കുറച്ച് ചോറും പിന്നെ മീനെല്ലാം വേവിച്ചത് കഴിച്ചു. നമ്മളെ രോഹു ഫിഷ് ഉണ്ടല്ലോ, അത് വേവിച്ച് കൊടുത്തവന്. അതൊക്കെ അധികം പ്രശ്നമൊന്നുമില്ല. അവൻ്റെ അപ്പിയെല്ലാം നല്ല കട്ടിയായിട്ട് തന്നെ പോകണം. കുഴപ്പമൊന്നുമില്ല. ലൂസ് മോഷനൊക്കെ മാറി, വൈറ്റ് നിറമൊക്കെ മാറി ബ്ലാക്ക് നിറത്തിലോട്ട് നോർമലി വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ വീണ്ടും കതകിൽ കിടന്നടിച്ച രാത്രി വെളുപ്പാങ്കാലം 3 മണിക്കല്ലേ, ഉറക്കത്തിന് ഡിസ്റ്റർബ് ആകും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവരൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഞാൻ അഡ്ജസ്റ്റ് ആയിക്കോളും. പിന്നീട് നമുക്ക് സമയമുണ്ട് കിടന്നുറങ്ങാൻ. പക്ഷേ ഡ്യൂട്ടിക്കൊക്കെ പോകണവരെ ശല്യം ചെയ്താൽ ശരിയാവില്ല കേടാ. ഇവന് കുറച്ച് നേരത്തെ ഞാൻ വന്നിട്ട് ഇവൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് ഒന്ന് ഇവനെ തടവിയൊക്കെ കൊടുത്തപ്പോൾ അവന് കുറച്ചൊരു ദേഷ്യം എന്ന് പറഞ്ഞാൽ അവനെ കെട്ടിയിട്ടേക്കണുണ്ട്. അവൻ്റെ കൈയെടുത്ത് എന്നെ ഒരു തട്ട്, നല്ല ദേഷ്യമുണ്ട്. ഞാനത് ഇവിടെ ബാക്കിലൊക്കെ തൊട്ടപ്പോഴത്തേക്ക് കൈയെടുത്ത് അടിച്ച്. ചെറുതായിട്ട് ചെറിയൊരു മുള്ള് കുത്തുകൊള്ളുന്നത് പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 വയസ്സെങ്കിലും പ്രായം കാണുമായിരിക്കും. ഇവൻ വാ വിളിച്ചപ്പം കണ്ട. പിന്നെ 3 വയസ്സ് കാണുമായിരിക്കും. ഇവന് വാ വിളിച്ചപ്പം പല്ലെല്ലാം ഒരു മഞ്ഞ കളറ്. ഒരാളവിടെ മുകളിലെവിടെയൊക്കെ കയറി എന്തൊക്കെ വലിച്ചു തള്ളി ഇടുന്നെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ ഇവിടെ ഇരുന്ന് ഒരാൾ വിളിക്കും, അവിടെ ഇരുന്ന് ഒരാൾ വിളിക്കും. ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ട്
രാവിലെ എപ്പോഴും ഇവിടെ വന്നിരുന്നിട്ട് പിന്നെ കുറച്ച് വെളിയിലോട്ട് പോവും. ആരെങ്കിലും വരുമ്പോഴത്തേക്ക് പിന്നെയും തിരിച്ചകത്തോട്ട് കയറും. ഇത് തന്നെ അവൻ്റെ ഡെയിലി പരിപാടി. ഇതേ പതുങ്ങി പോകുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ അങ്ങോട്ട് വെളിയിൽ വിടും, അല്ലെങ്കിൽ ഇവിടെ എവിടെയും കിടന്ന് ഉറങ്ങയോ കുറച്ചൊക്കെ ബഹളം കാണിക്കും മുകളിലൊക്കെ കയറി. എന്നെ കണ്ടത് അടുത്ത ആളയച്ച് മാ എന്ത് ചേർക്കാ. ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയില്ല കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു, പിന്നെ അല്ലാതെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരാണ് മെസ്സേജ് ഇട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇവിടെ ആരെങ്കിലും അറിയാമോ എന്നൊക്കെ. അവരൊന്നും ഒരു റിപ്ലൈ ഒന്നും തരത്തൊന്നുമില്ല. വലിയ VIP-കളൊക്കെ ആയി കഴിഞ്ഞാലേ പിന്നെ അവരങ്ങ് മൈൻഡ് ചെയ്യില്ല. അവരെ വീഡിയോയ്ക്ക് വ്യൂസ് കൊണ്ടുവരാനും അവർക്ക് വൈറലാവാനും പിന്നെ അവർക്ക് ദുഡ് കയ്യിൽ വരുന്ന പരിപാടികളൊക്കെ ഉള്ളൂ. നമ്മളൊക്കെ മെസ്സേജ് ഇട്ടാലോ അങ്ങനെയൊന്നും റിപ്ലൈ ഒന്നും കിട്ടില്ല. ഇത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നാട്ടിലായിരുന്നെങ്കിൽ നമുക്കിഷ്ടം പോലെ പറമ്പുണ്ടല്ലോ, കോമ്പൗണ്ട് വളമുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു കേജൊക്കെ ഇട്ട് നമുക്ക് ഇട്ടിരിക്കാം. ഇവിടെ തന്നെ ഇവൻ മണ്ണ് കുത്തിപ്പറിച്ച് ഇതിനകത്ത് അപ്പിയിട്ട് വെച്ചിട്ടുണ്ട്. തറയിലൊക്കെ കുറച്ചിങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്നത്. എനിക്ക് ദേഷ്യമല്ല, ഞാനല്ല പറഞ്ഞല്ലോ. അപ്പോഴത്തേക്ക് ഇവിടെ നിന്നിങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇതിപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ ഇതാണ്. അതാണ്ട് ഇത് ബെഡ്റൂമിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഉള്ള ഒരിതാണ്. അപ്പോൾ വെളിയിൽ നിന്ന് ഈ അപ്പിയിട്ട് വെച്ചേക്കണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ എടുത്തുകൊണ്ട് കളയും. കുറേ കഴിയുമ്പോൾ പിന്നെ അപ്പിയിട്ട് വെച്ചിട്ട് വീണ്ടും കിടന്നൊക്കെ ബഹളം കാണിക്കും. എപ്പോഴും താഴോട്ട് മണ്ണെടുക്കാനായിട്ട് ഓടാൻ പറ്റൂലേ, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ചെയ്യും. ഇന്നലെ 2 പ്രാവശ്യം മണ്ണ് മാറ്റിക്കൊടുത്തു. അപ്പിയിട്ട് വെച്ചിട്ട് അതിനകത്ത് തന്നെ കയറി മണ്ണ് നീക്കിയിടാൻ നേരത്ത് തിരിഞ്ഞ് കാല് ചവിട്ടി. അപ്പോൾ ഇവരെയൊക്കെ കാലിൽ അഴുക്ക് വരണ്ട ഇവർക്കൊട്ടും ഇഷ്ടമില്ല. കാലിൽ അഴുക്ക് വരണ്ട ഇഷ്ടമില്ല. ഉടനെ തന്നെ എല്ലായിടവും ഇവിടെ എല്ലാം കുടഞ്ഞെറിഞ്ഞ് വൃത്തികേടാക്കി. അങ്ങനെയൊക്കെ. പിന്നീട് നിങ്ങളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെയാണ്. നിങ്ങളുമായിട്ടൊരിത് എന്ന് വെച്ചാൽ ഇപ്പോൾ തിരിച്ച് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. വീഡിയോ നമ്മൾ ഇടാതിരുന്ന് വീണ്ടും ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക്. അപ്പോൾ അവരെ വീണ്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ചെറിയ വിശേഷങ്ങളായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് കാണണേ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.